നമസ്കാരം സാർ. സാറേ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പിച്ചുള്ള കേരളത്തിലേക്കുള്ള വരവ്, ഇനിയിപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായൊരു സന്ദർശനമാണ് കേരളത്തിലേക്ക് വരുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. തൃശ്ശൂരിനെ പ്രധാനമന്ത്രി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നത്. ഒരു കല്യാണത്തിന് പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ അത്യപൂർവമാണ്. കാരണം ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ ഗുരുവായൂർ വരെ വരിക ഒരു കല്യാണത്തിന്, അതിനുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ട് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ജനറലി സെക്യൂരിറ്റി പറയും, സാർ അത്യാവശ്യം ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് പോകണ്ടെന്ന് പറയും, വേറെ തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷേ മോദി വരുന്നു, കാരണം ഗുരുവായൂരാണ് കല്യാണം. അതെ, ഈ കല്യാണം സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മോദി വരില്ല, അല്ലെങ്കിൽ കോട്ടയത്ത് വെച്ചിരുന്നെങ്കിൽ വരില്ല. ഗുരുവായൂർ വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗുരുവായൂരിന് തൊട്ട് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിന് ഒരിക്കൽ കൂടെ ഒരാണി കൂടെ തൃശ്ശൂർ അടിച്ചിട്ട് വരാം. അതിനാണ് ഈ ഗുരുവായൂർ സന്ദർശനം. പ്ലസ് സുരേഷ് ഗോപിയോടുള്ള ഒരു പരിഗണന. സുരേഷ് ഗോപിയോടുള്ള വാത്സല്യം എന്ന് പറഞ്ഞത് പരിഗണനയാണ്. സുരേഷ് ഗോപിയാണല്ലോ അദ്ദേഹം ഓപ്പൺ ജീപ്പിൽ തൃശ്ശൂർ നിർത്തിയത്. ഈ സുരേന്ദ്രനും പിന്നെ മഹിളാ മോർച്ചയുടെ അഡ്വക്കേറ്റ് നിവേദിതയും ആണ് മോദിയുടെ രണ്ട് വശത്തുമായിട്ട്. തൊട്ട് പിന്നിൽ സുരേഷ് ഗോപിക്ക് മോദിയേക്കാൾ ഹൈറ്റുണ്ട്, സുരേന്ദ്രനേക്കാൾ ഹൈറ്റുണ്ട്. അതുകൊണ്ട് പുറകിൽ നിന്നാൽ പോലും അറിയാം സുരേഷ് ഗോപിയുടെ നിൽപ്പ്. അപ്പോൾ മറ്റാരെയും സെലക്ട് ചെയ്യാഞ്ഞത് എന്താ? സുരേഷ് ഗോപിയേക്കാൾ പാർട്ടിയിൽ പ്രവർത്തന പരിചയവും പ്രായവും ഒക്കെ ഉള്ളവരുണ്ട്, ആരെയും സെലക്ട് ചെയ്തില്ല. സോ ഹി ഈസ് പ്രൊജക്റ്റിംഗ് സുരേഷ് ഗോപി, അതിൽ യാതൊരു സംശയവുമില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു. അതും ഈ ഒരു ഉദ്ദേശവും കൂടെയുണ്ട്. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് വന്ന ആളുടെ അച്ഛൻ ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ചോദിച്ചാൽ ഇല്ല, അങ്ങനെ പ്രയോജനമൊന്നുമില്ല. പക്ഷേ മോദിയുടെ വേണ്ടപ്പെട്ട ആളാണ് സുരേഷ് ഗോപി എന്നൊരു സന്ദേശം മോദി കൊടുക്കുന്നു. നമ്പർ 2, അപ്രതീക്ഷിതമായിട്ടാണ് ഈ തൃപ്രയാർ രാമക്ഷേത്രത്തിൽ അദ്ദേഹം വരുന്നുണ്ട്. 1 ജാനുവരി 22-നാണ് അവിടെ പ്രതിഷ്ഠ. അയോധ്യയിൽ വരുന്നത് രാമക്ഷേത്രത്തിലാണ്. തൃപ്രയാർ രാമനാണ്. രാമൻ്റെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ പൊതുവെ കുറവാണ്. പക്ഷേ രാമൻ്റെ പേരുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് താൻ. രാമന്തളി, രാമങ്കരി, രാമനാട്ടുകര, ബാലരാമപുരം, കൊച്ചുരാമപുരം, മൊത്തം ഭാരതത്തിലുണ്ടല്ലോ 6 ലക്ഷം ഗ്രാമങ്ങളാണ്. അതിൽ 1.5 ലക്ഷം ഗ്രാമങ്ങളുടെ പേര് രാമനുമായിട്ട് ചേർന്നിട്ടാണ്. റാംപൂർ, രാംഗഡ്, രാംഘാട്ട്, ഇങ്ങനെ പോകും. അതിങ്ങനെ കേരളത്തിൽ വരെ വന്നിട്ട് കേരളത്തിൽ എത്ര രാമൻ്റെ പേര് വെച്ച് എത്ര സ്ഥലമുണ്ടെന്ന് അയ്യപ്പദാസ് തന്നെ മനസ്സിൽ ആലോചിച്ച് നോക്കുമ്പോഴാണ് രാമൻ്റെ സ്പ്രെഡ് എത്രയാണെന്ന് മനസ്സിലാവുന്നത്. ക്ഷേത്രങ്ങളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ ശ്രീകൃഷ്ണനും അയ്യപ്പനും ദേവി, കേരളത്തിൽ കൂടുതലും ദേവിയാണ്, അമ്മമാരാണ്, അമ്മ ദൈവങ്ങളാണ് കേരളത്തിൻ്റെ വലിയൊരു സമ്പത്ത്. അതിന് താഴെ എല്ലാവരും നിൽക്കുന്നുള്ളൂ. തൊട്ട് താഴെ ശിവൻ നിൽക്കും, അതിന് താഴെയാണ് ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ നിൽക്കുന്നത്. ശ്രീരാമൻ ഒരുപക്ഷെ വളരെ താഴെ, എണ്ണത്തിൽ കുറവാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. തൃശ്ശൂർ പ്രസംഗത്തിൽ 4 അമ്പല ദർശനം, അതിനെപ്പറ്റി മോദി പറഞ്ഞിരുന്നു. ഇതിപ്പോൾ മോദി വിസിറ്റ് ചെയ്യുന്നതോടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം വലിയൊരു ഹിറ്റായിട്ട് മാറും, ലോകമൊത്തം അറിയാം. അതുകൂടാതെ 4 അമ്പല ദർശനവും വലിയ ഹിറ്റായിട്ട് മാറും. അതായത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 പേരുടെ ക്ഷേത്രങ്ങൾ. അതൊരു 3-4 സെറ്റുണ്ട് കേരളത്തിൽ. ചിലർ തൃപ്രയാർ വെച്ച് തുടങ്ങും, ചിലർ പാലായിക്കടുത്ത് രാമപുരം, അവിടെ ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്, അവിടെ നിന്ന് തുടങ്ങും. ഇതിനെല്ലാം അനുബന്ധമായിട്ട് അടുപ്പിച്ചൊക്കെ ഈ ശത്രുഘ്നൻ, ലക്ഷ്മണൻ, ഭരതൻ ഒക്കെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം അവിടെ ഭരതനാണ്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ചേർത്തുള്ള യാത്രയാണ് ഈ 4 അമ്പല യാത്ര. 4 അമ്പല യാത്ര പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പോൾ
വലിയ അയ്യപ്പദാസ് ടൂറിസ്റ്റുകളെ വിളിച്ച് ചോദിക്കുകയും ടൂറിസ്റ്റ് ടെമ്പോ അത് ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്നവർ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ പീരീഡിൽ കംപ്ലീറ്റ് നാലമ്പല ദർശനമാണ്. വലിയൊരു തീർത്ഥാടനമായിട്ട് മാറി ഈ നാലമ്പല ദർശനം. ഇപ്പം മോദിയുടെ സ്റ്റാമ്പും കൂടെ വന്നതോടെ ഇനിയിപ്പോൾ നോക്കിയോ അതിന് തീ പിടിക്കും വലിയ രീതിയിൽ. ഇത് കൂടാതെയാണ് എറണാകുളത്ത് വരുന്നത്. ഷിപ്പ്യാർഡിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ലാതെ അദ്ദേഹം വരുമോ? ഷിപ്പ്യാർഡിൽ വരുന്നത് വെറുതെ ഒന്ന് ഷിപ്പ്യാർഡ് കയറി നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വരില്ല. സം അനൗൺസ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ. ഒരുപക്ഷെ നമ്മുടെ INS വിരാട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിൻ്റെ തുടക്കമോ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് അവിടെയുണ്ടാവും. പിന്നെയാണ് ശക്തി കേന്ദ്ര. ശക്തി കേന്ദ്രയിൽ എന്താ ഈ ശക്തി കേന്ദ്ര? ഈ BJPക്ക് ഒരു നിയോജകമണ്ഡലമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിയോജകമണ്ഡലം. BJP അത് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അവരുടെ സൗകര്യത്തിന്. ഈ രണ്ട് നിയോജകമണ്ഡലങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിയോജകമണ്ഡലം, ഇവർക്ക് അത് രണ്ടാക്കി തിരിച്ചു. ആ രണ്ടിനുള്ളിൽ ഈ ബൂത്തുകളുടെ ക്ലസ്റ്റർ 3-4 ബൂത്ത് വെച്ചുള്ള ക്ലസ്റ്റർ, ആ ക്ലസ്റ്ററിന് ഒരു ഇൻചാർജ്. ഇതാണ് ഈ ശക്തി കേന്ദ്ര എന്ന് പറയുന്നത്. ഈ ബൂത്തുകളാണ്. അതിൻ്റെ ഇൻചാർജ് ആണ് ശക്തി കേന്ദ്ര ഇൻചാർജ്. അങ്ങനെയുള്ള ഇൻചാർജ് ആയിട്ടുള്ള 7000 പേരുടെ മീറ്റിംഗാണ് മറൈൻ ഡ്രൈവിൽ. ഈ 7000 പേരുടെ മീറ്റിംഗ് രഹസ്യമായിട്ട് നടത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു മോട്ടിവേഷൻ. ഈ ശക്തി കേന്ദ്ര ഇൻചാർജുകൾക്ക് ഒരു മോട്ടിവേഷൻ പരസ്യമായിട്ടായിരിക്കും. വേറെ ഒരു സംസ്ഥാനത്തിൽ അദ്ദേഹം ഇതിന് പോയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇല്ല, അത് പോയെന്നും വരും. അത് വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ എടുത്തു കാണുന്നില്ല. അത് ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ശക്തി കേന്ദ്ര ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും എന്ത് ഇൻചാർജ് ഞാനങ്ങോട്ട് പോകാനും പോയില്ല, അവിടെ എങ്ങും ആരും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് ഡീമോറലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ല, അവർക്ക് ഇത് വലിയൊരു ബൂസ്റ്റാകും. വിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ത്രിപുര ഇവർ പിടിച്ചത് എങ്ങനെയാണെന്ന് അയ്യപ്പദാസിന് അറിയാമോ? ഈ നമ്മുടെ അമിത്ഷാ എന്ന് പറയുന്ന മെഷീൻ ത്രിപുരയിൽ പോകുന്നു. തെരഞ്ഞെടുപ്പിന് 2 വർഷം മുമ്പ് പോയിട്ട് അമിത്ഷാ ഒന്നും പറഞ്ഞില്ല. ഇവിടുത്തെ വോട്ടർ പട്ടിക കൊണ്ടുവന്നു. ആ വോട്ടർ പട്ടികയിൽ ഓരോ പേജായിട്ട് കീറി ഓരോരുത്തർക്കും അങ്ങ് കൊടുത്തു. ഓരോ പേജും കീറിയിട്ട് എന്നിട്ട് പറഞ്ഞു, ഈ പേജിൽ ആരുടെയൊക്കെ പേരുണ്ടോ ആ വീടുകളിൽ നിങ്ങൾ പോയിരിക്കണം. മിനിമം 3 തവണ പോകണം. അയ്യോ, ആട്ടി ഇറക്കും സാർ. CPMൻ്റെ ശക്തി ദുർഗമാണല്ലോ. ആട്ടി ഇറക്കി നിങ്ങൾ ഇറങ്ങിപ്പോരുക. അവർ പട്ടിക അഴിച്ചു വിടും, നിങ്ങൾ ഇറങ്ങിപ്പോരുക. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ ചെല്ലുക. ചേച്ചി ചേട്ടനുണ്ടോ? ചേട്ടനും കൂടെ ഇല്ല. ചേച്ചി ഞാനൊരു നോട്ടീസ് തരാൻ വന്നതാണ്, അവിടെ വെച്ചേക്ക്. വീണ്ടും പോവുക. ചേച്ചി ചേട്ടനുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ഞാനില്ല, ആ വന്നിരിക്കുന്ന BJPക്കാരനെ, എനിക്കവനെ കാണും. അയ്യോ പാവം, BJP ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവൻ 3ാമത്തെ തവണയാണ് ആ പയ്യൻ വരുന്നത്. എന്താണെന്നെങ്കിലും ചോദിക്കും. വീട്ടിൽ കയറി വന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെ അപമാനിക്കാമോ? ഇത് ചെയ്ത് 2 വർഷം നിരന്തരം എല്ലാ വീട്ടിലും കയറി. കാരണം കയറാൻ കുറച്ച് വീടേ ഉള്ളൂ. ഒരു പേജിൽ അതിൽ സീരിയൽ നമ്പർ വെച്ച് ആ വീട് മാത്രം താൻ കയറിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട, മലമറിക്കുന്ന കാര്യമൊന്നും ചെയ്യണ്ട, താൻ രാമക്ഷേത്രം പറയണ്ട, 370 വകുപ്പ് എടുത്ത് കളയണ്ട, ഏകീകൃത സിവിൽ കോഡും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. താൻ വീട്ടിൽ പോയിട്ട് പാർട്ടിയുടെ കാര്യം ഞങ്ങൾക്കൊരു വോട്ട് തരണം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിനക്ക് വോട്ട് തരില്ല. അല്ല, ഞാൻ ചോദിക്കണമല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയും. 2 വർഷം കഷ്ടപ്പെട്ടവർ. ആൻഡ് വാട്ട് എ റിസൾട്ട്. വന്നു കഴിഞ്ഞപ്പോൾ എന്താ അടിപ്പതറിപ്പോയില്ലേ CPMൻ്റെ? തീർച്ചയായിട്ടും ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം. തന്ത്രം മാത്രമല്ല, യന്ത്രം. ഇത് റൂത്ത്ലെസ്ലി നടപ്പാക്കുന്ന മനുഷ്യനാണ് അമിത്ഷാ. അതിൻ്റെ പൊക്കത്തിലാണ് ഈ കാർന്നൂരിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ കാർന്നൂർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് മരിച്ചു കിടക്കുന്നതിന് പോലും ഒരു ജീവനൊക്കെ വരും. എന്തിന് പ്രതിപക്ഷങ്ങൾ BJPയെ എതിർക്കുന്നവർക്ക് പോലും ഉണ്ടല്ലോ, കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന് തോന്നും. അതാണ് ശക്തി കേന്ദ്ര ഈ 7000 പേരെ വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇനിയിപ്പോൾ കാണേണ്ട കാര്യമാണ്. കാരണം ഇവർ മാത്രമല്ലോ, തിരഞ്ഞെടുപ്പിൽ കളിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, സമർത്ഥന്മാർ വേറെ ഉണ്ട്. രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിൽ എങ്ങനെ പയറ്റണമെന്നുണ്ട്. മതമുണ്ട്, ജാതിയുണ്ട്, സഭയുണ്ട്, മുജാഹിദുണ്ട്, ഇതൊക്കെയുണ്ട്. അതൊക്കെ വെച്ചിട്ടാണല്ലോ രാഷ്ട്രീയം കളിക്കുന്നത്. പറയുമ്പോൾ നമ്മൾ പറയും മതേതര രാജ്യമാണ്, ഇവിടെ ഞങ്ങൾ മതമൊന്നും തിരഞ്ഞെടുപ്പിന്.
പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഈ വാർത്ത വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് തോറ്റ ആൾ പറയുന്നത് കേൾക്കാം. വിശകലന വിദഗ്ധന്മാരെല്ലാം ടി വിയിൽ ഇരുന്നുകൊണ്ട് ജാതി മതം പറഞ്ഞിട്ട് അവിടെ ഓർത്തഡോക്സുകാർക്കാണ് കൂടുതൽ അത് ഇത് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ ഈ ജാതിയുടെയൊക്കെ കൃത്യം കണക്ക് പറയുമല്ലോ ഓരോ നിയമത്തിൽ. എന്നിട്ട് നമ്മൾ അവകാശപ്പെടും തെരഞ്ഞെടുപ്പിൽ ജാതിയും മതമൊന്നുമില്ല. ജാതിയും മതമേ ഉള്ളൂ സത്യത്തിൽ തെരഞ്ഞെടുപ്പ്. എന്തുമായിക്കോട്ടെ ബി ജെ പിയുടെ തന്ത്രം ഒന്ന് വേറെയാണ്. എന്തായാലും ഈ വരുന്നതിൽ ഒരു അദ്ദേഹം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ അവരൊരു എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായേ അടങ്ങും എന്നുള്ളതിൻ്റെ ഒരു തുടക്കം തന്നെ ആയിരിക്കും. ഒരു തുടക്കം തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം കൂടെ ബി ജെ പി നേരിടുന്നുണ്ട്. മോദി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാരാ? കേരളത്തിൽ വളരെ 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 താഴെ പോയാലേ ഒരു നേതാവിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ, രാജസ്ഥാനിലാണെങ്കിൽ ഇവർ വസുന്ധര രാജെ, ഇങ്ങനെ പല ലോക്കൽ നേതാവ് എന്ന് പറയാനുണ്ട്. ഇവിടെ ആരുണ്ട്? ഈ ചോദ്യത്തിനാണ് ബി ജെ പി ഉത്തരം കണ്ടെത്തേണ്ടത്. അത് വലിയൊരു ചോദ്യമാണ് താൻ. പ്രധാനമന്ത്രിക്ക് രാജിവെച്ചിട്ട് കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റായിട്ട് പാർട്ടി നയിക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലുമില്ല. അതിവിടെ തന്നെ ഉണ്ടാവണം. അതുണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ വലിയൊരു ഉത്തരവാദിത്വം. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നത് വലിയൊരു കൈത്താങ്ങുമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. തീർച്ചയായും ഇവർ ഇതിന് ഇലക്ഷന് ശേഷം മറുപടി പറയേണ്ടി തന്നെ വരും. അതും ഏറ്റവും ഉന്നതനായ ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ലോകം അറിയുന്നൊരു നേതാവാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്തരം ബൂത്ത് കമ്മിറ്റിയിലെ ആൾക്കാരെ വരെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്തായാലും ഇവർ കൊടുക്കേണ്ടി തന്നെ വരും. പിന്നെ സാർ, ഈ കൊച്ചിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ശരിക്കും രാജ്യത്തിനൊരു നേട്ടം അല്ലെങ്കിൽ കേരളത്തിനൊരു നേട്ടം, അതൊരു വിളംബരം, അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ സാർ? ഈ കൊച്ചിയിൽ അദ്ദേഹം വന്ന് ലക്ഷദ്വീപിൽ തീർച്ചയായിട്ടും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചർ വെച്ചിട്ട് കൊച്ചിയുടെ ഒരു 2-3 മനോഹരമായ ഫോട്ടോ, അങ്ങനെ ഒരു ഫോട്ടോ കൊച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയാമില്ല. കൊച്ചി മുഴുവൻ ചവറും ദുർഗന്ധവും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ കാർന്നവരെവിടെയെങ്കിലും 1-2 സ്പോട്ട് കണ്ടുപിടിക്കും. ആ സ്പോട്ട് ഈ ലക്ഷദ്വീപ് പോലെ ഒന്ന് എക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് തീ പിടിച്ചോളും. അങ്ങനെ കൊച്ചിക്ക് ധാരാളം പക്ഷേ കൊച്ചി അത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ചവറ് നിറഞ്ഞ് മാലിന്യം നിറഞ്ഞ് അതിനൊരു സംവിധാനം പോലും ഇല്ലാതെ ബ്രഹ്മപുരത്ത് തീ പിടിച്ച ചവർ ഇപ്പോഴും മാറ്റിക്കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാമില്ല. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ കിടക്കുകയാണ്. കൊച്ചിയുടെ കഴിഞ്ഞ ദിവസം റേറ്റിംഗ് വന്നല്ലോ പത്രത്തിൽ. ഈ നഗരങ്ങളുടെ കാര്യത്തിൽ മൊത്തം 660 അതിൽ 636 മറ്റാണ് ഇവരുടെ കൊച്ചിയുടെ റാങ്ക്. വളരെ താഴെ കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചിയെ ഇദ്ദേഹം ഫോട്ടോ വെച്ച് രക്ഷിച്ചാൽ തന്നെ ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ മോദി പറഞ്ഞ കള്ളമാണല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമാണ്. ഏതായാലും നോക്കാം. എന്തായാലും സാർ, അടുപ്പിച്ചുള്ള മോദിയുടെ സന്ദർശനം കേരളത്തിലെ ബി ജെ പിക്കാർക്ക് ഒരു ഉത്തരവാദിത്വ ബോധം കൂടുതൽ വലിയൊരു ബൂസ്റ്റാണ്. അതെ, വലിയൊരു ബൂസ്റ്റുമാണ്. അവർക്കൊരു ഉത്തരവാദിത്വ ബോധം കൂടുതൽ നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സാർ അദ്ദേഹത്തിൻ്റെ വരവിനായി. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.